ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞു, ഉറക്കെ പറ, 8 വാതിലും വിളിക്കുന്ന ഒരാളുണ്ട്. വുളൂ ചെയ്തു എന്നിട്ട് ഒരാൾ വുളൂ ചെയ്തു എന്നിട്ട് പിന്നെ ആൾ എന്ത് ചെയ്ത്? നല്ല നിലക്ക് വുളൂ ചെയ്ത്, പൂർത്തിയായി വുളൂ ചെയ്തു, എല്ലാ സുന്നത്തുകളും സൂക്ഷിച്ച് വുളൂ ചെയ്തു. എന്നിട്ടോ പടിഞ്ഞാറോട്ട് തിരിഞ്ഞു, ആകാശത്തേക്ക് കൈ ഉയർത്തി. ഇവിടെ എന്ത് പറഞ്ഞു? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അല്ലാഹുമ്മ ജഅൽനി മിനത് തവ്വാബീന വജഅൽനി മിനൽ മുതതഖിരീന വജഅൽനി മിൻ ഇബാദിക സ്വാലിഹീൻ മുതലുള്ള ആ വുളൂഇന്റെ ദുആയില്ലേ, ആ ദുആ ചെയ്യുന്ന ആള് 8 വാതിലൂടെയും വിളിക്കപ്പെടുമെന്ന് മുഹമ്മദ് മുസ്തഫ. 8 വാതിലും സ്വീകരിക്കാൻ പറ്റിയ ഒരു അമലാണ് അതിന്. ഓരോ അമലിന് ഈ സ്വർഗത്തിന്റെ വാതിൽ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ആ ഓരോ അമലിനൊരു വാതിലുണ്ടായിരിക്കും എന്ന്. ഏതൊരാൾക്കും അവന്റെ അമൽ കൂടുതൽ എന്താണോ അതിന്റെ പേരിലായിരിക്കും അവന് ആ വാതിൽ അർഹതയുണ്ടാവുക എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചിന്തിക്കുക. വേറെ ചില ഹദീസുകൾ കൂടി ഞാൻ കാണിക്കാം. ബാബുൽ മുക്സിരീന മിനസ് സ്വലാ, നിസ്കാരം അധികരിപ്പിക്കുന്നവരുടെ വാതിലുണ്ട്. വബാബുൽ മുത്തസദ്ദിഖീന, സദഖ പെരുപ്പിക്കുന്നവർക്ക് വാതിലുണ്ട്. വബാബുൽ ലിൽ മുജാഹിദീന, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ സത്യത്തിന് സമരം ചെയ്യുന്നവർക്ക് വാതിലുണ്ട്. വബാബുൽ യദ്ഖുലു ഫീഹി സ്വായിമൂൻ, ബാബുർ റയ്യാൻ, അങ്ങനെ വാതിലുണ്ട്. ഫമൻ കാന അഹ്ലുസ് സ്വലാത്തി ദുഇയ മിൻ ബാബിസ് സ്വലാ. മനസ്സിലായില്ലേ? അവനവന്റെ വിശ്വാസത്തിനും കർമ്മത്തിനും അനുസരിച്ചാണ് അവനെ വാതിലിൽ പരിഗണിക്കപ്പെടുക. അതാണ് വാതിലിന്റെ അർഹത. അവൻ എത്ര ഉണ്ടോ അങ്ങനെ ആയിരിക്കും എന്ന്. അവന്റെ അർഹതക്കനുസരിച്ച് അവനെ വിളിക്കപ്പെടും. എത്രയാണോ അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് കൂടുതൽ അമൽ ചെയ്തത് അതനുസരിച്ച് അവനെ ആ വാതിലൂടെ ക്ഷണിക്കപ്പെടും. ബഹുമാനപ്പെട്ട മഹാനായ ഇസ്മായിൽ ഹഖൽ ബറൂസവി തങ്ങള് ഈ ആയത്തിന് വേണ്ടി പറയുന്നവര് ഈ ആയത്ത് വിശദീകരിക്കുന്നിടത്ത് കൊണ്ടുവരുന്ന ഒരു റിവായത്ത് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അന്ന റജുലൻ മിൻ ബനി ഇസ്രായീൽ, ഇസ്രായേലി കാലഘട്ടത്തിലുണ്ടായിരുന്ന ഒരാള് വരിതമിൻ അബീഹി മാലൽ കസീറ, അയാളുടെ ബാപ്പ മരിച്ചപ്പോൾ അയാൾക്ക് അനന്തര സമ്പത്ത് കുറച്ച് കൂടുതൽ കിട്ടി. സ്വർഗത്തിന്റെ വാതിൽ പറയുന്നിടത്ത് ബഹുമാനപ്പെട്ട ഇസ്മായിൽ ഹഖൽ ബറൂസവി തങ്ങള് റൂഹുൽ ബയാനിൽ വാതിലിന്റെ വിഷയത്തിൽ കൊടുക്കുന്ന ഒരു സംഭവം ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. ശ്രദ്ധിക്കണം, മനസ്സിലാവണില്ലേ? ബഹുമാനപ്പെട്ട ഇസ്മായിൽ ഹഖൽ ബറൂസവി തങ്ങൾ റഹ്മത്തുള്ളാഹി അലൈഹി സ്വർഗത്തിന്റെ വാതിലുകൾ പറയുന്നിടത്ത് കൊടുക്കുന്ന ഒരു റിവായത്താണ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നത്. അന്ന റജുലൻ മിൻ ബനി ഇസ്രായീൽ, സ്വർഗത്തിന്റെ ഇസ്രായേലികളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാള് വരിസ, പഴയ കാലത്ത് അയാൾ അനന്തര സമ്പത്ത് എടുത്തു. മിൻ അബീഹി, പിതാവിൽ നിന്ന് അയാൾക്ക് അനന്തരം കിട്ടി. എന്റെ പിതാവിൽ നിന്ന് അയാൾക്ക് കുറച്ച് സമ്പത്ത് അനന്തരം കിട്ടി എന്ന്. മാല കസീറ ഫബതഅ ബുസ്താനൻ, അങ്ങനെ അയാൾ ഒരു തോട്ടം വാങ്ങി. ഫഹബസഹു, അങ്ങനെ ആ തോട്ടത്തെ അയാളെ അങ്ങനെ കൈവശം വെച്ചു. അലൽ മസാക്കിൻ, മിസ്കിന്മാർക്ക് വേണ്ടി ആ തോട്ടം അയാൾ അങ്ങനെ സംരക്ഷിച്ചു. ആർക്ക് വേണ്ടി? മിസ്കിന്മാർക്ക് വേണ്ടി. വഖാല ഹാദാ ബുസ്താനുൻ ഇൻദല്ലാഹ് വഫറഖ ദറാഹിമ അദീദാ ഫിൽ ളുഅഫായി, മിസ്കിന്മാർക്കും ദുർബലന്മാർക്കും അതിൽ നിന്ന് കിട്ടുന്ന വരുമാനമെല്ലാം അയാൾ എന്ത് ചെയ്യും? ഇങ്ങനെ കൊടുക്കും. അഷ്തരി ബിഹാ മിനല്ലാഹി ജവാരി വഅബീദൻ വഅതഖ റഖബതൻ കസീറ, അല്ലാഹുവിൽ നിന്ന് ഞാൻ ഇന്നാലിൽ നിന്നൊക്കെ വാങ്ങും നേടും എന്ന് പറഞ്ഞ് അയാൾ ഈ തോട്ടത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനങ്ങളെല്ലാം സാധുക്കൾക്കും കഷ്ടപ്പെട്ടവർക്കും അയാൾ അങ്ങനെ കൊടുക്കും. വഖാല, അയാൾ പറയും, ഹൗലായി ഖദമി ഇൻദല്ലാഹ് ഫൽതഫത യൗമൻ ഇലാ റജുലിൻ അഅമാ യംശി താറതൻ വയഖ്ബു ഉഖ്റാ. ഒരിക്കൽ അയാൾ ഒരു അന്ധനായ മനുഷ്യനെ കണ്ടു. എണീക്കും വീഴും അങ്ങനത്തെ ഒരു അന്ധനെ കണ്ടു. അപ്പോൾ അയാൾ എന്ത് ചെയ്തു? അയാൾ പറഞ്ഞു, ഫബതഅലഹും മതിയതൻ യസിറു അലൈഹ, അയാൾക്ക് യാത്ര ചെയ്യാൻ പറ്റിയ ഒരു വാഹനം ഈ മനുഷ്യൻ വാങ്ങിക്കൊടുത്തു. വഖാല, അയാൾ പറയുകയും ചെയ്തു, ഹാദിഹി മതിയതി ഇൻദല്ലാഹ് അർകബുഹാ, വഹാദിഹി മതിയതി ഇൻദല്ലാഹ് അർകബുഹാ, ഇത് ഞാൻ പരലോകത്ത് കയറാൻ പോകുന്ന എന്റെ വാഹനമാണെന്ന്. ഫഖാല നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ സംഭവം പറഞ്ഞിട്ട് റസൂല പറയാണ്, എന്ത്? ലകഅന്നി അൻദുറു ഇലൈഹാ വഖദ് ജീഅ ബിഹാ ഇലൈഹി മുസറജതൻ മുൽജമതൻ യർകബുഹാ വയസിറു ബിഹാ ഇലൽ മൗഖിഫി. ഹബീബായ നബി പറയാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മനസ്സിലായില്ല? ഒരു ഇസ്രായേലി കാലഘട്ടത്തിലെ ഒരു നല്ല മനുഷ്യനായിരുന്നു.
അയാൾക്ക് ബാപ്പ മരിച്ചപ്പോൾ സമ്പത്ത് കിട്ടി. ആ സമ്പത്ത് മുഴുവനും അയാൾ ഒരു വലിയ തോട്ടം വാങ്ങിയിട്ട് സാധുക്കൾക്ക് ദാനം ചെയ്യും. ഈ ദാനം ചെയ്യുമ്പോഴെല്ലാം ഇതെനിക്ക് നാളേക്ക് വേണ്ടി എന്നാൽ വിചാരിച്ചു. ഒരിക്കൽ ഒരു അന്ധനായ മനുഷ്യനെ കണ്ടപ്പോൾ ആ അന്ധന് സഞ്ചരിക്കാൻ വേണ്ടി ഒരു വാഹനം വാങ്ങിക്കൊടുത്തു. എന്നിട്ട് പറയും ചെയ്തു, ഇത് പരലോകത്തുള്ള എനിക്കുള്ള വാഹനമാണ്. ഹബീബായ നബി റസൂലുള്ളാഹി സ്വർഗത്തിന്റെ വാതിലിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഹബീബായ നബി പറഞ്ഞു, ഈ മനുഷ്യൻ ജീനി കെട്ടി മനോഹരമാക്കിയ ഒരു മഹാവാഹനപ്പുറത്ത് അള്ളാഹുവിന്റെ സ്വർഗത്തിന്റെ കവാടത്തിലേക്ക് വരുന്നത് ഞാൻ എന്റെ കണ്ണിൽ കണ്ടുണ്ട്. ഈ പറഞ്ഞതിന്റെ താല്പര്യം എന്ത്? ഒരു മനുഷ്യൻ എത്രമേൽ അവൻ ആ വാതിൽക്കലെത്താൻ അവൻ അധ്വാനിക്കുകയും ഇവിടെ നന്മകൾ ചെയ്യുകയും ചെയ്തോ, ഒരിക്കലും പരലോകത്തെ വാതിലിൽ അവനത് നഷ്ടപ്പെടുകയില്ല എന്നാണ് പറഞ്ഞ വാക്കിനർത്ഥം. ഒരിക്കലും നഷ്ടപ്പെടുക. ചിന്തിക്ക്. ബഹുമാനപ്പെട്ട മഹാനായ ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹുവിന്റെ അൽ ബഅ്സ് വൻ നുശൂർ എന്ന ഒരു കിതാബുണ്ട്. ആ കിതാബിൽ സ്വർഗം അനുഭവിക്കുന്ന ആളുകളെ കുറിച്ച് ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഒരു ഹദീത്ത് ബഹുമാനപ്പെട്ട ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു ഈ കിതാബിൽ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വായിച്ചു കേൾപ്പിക്കാം, ശ്രദ്ധിക്കണം. ഹബീബായ നബി പറയാ സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഖത്ല സലാസത്തു റിജാലിൻ, കൊല ചെയ്യപ്പെട്ടവരിൽ ഏറ്റവും പ്രധാനികൾ അവർ 3 തരമാണ്. 3 തരത്തിൽ കൊല ചെയ്യപ്പെടും അള്ളാഹുവിന്റെ മാർഗത്തിൽ. റജുലൻ, ഒരാൾ ജാഹദ ബിനഫ്സിഹി വമാലിഹി ഫീ സബീലില്ലാഹ്. മനസ്സിലായില്ല? സ്വർഗത്തിന്റെ വാതിൽ പറഞ്ഞപ്പോൾ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു ഹദീത്ത് അൽ ബഅ്സ് വൻ നുശൂർ എന്ന തന്റെ കിതാബിൽ മഹാനായ ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയ ആ ഹദീത്താണ് ഞാൻ ഇവിടെ നിങ്ങളുടെ മുന്നിൽ വായിക്കുന്നത്. ശ്രദ്ധിക്കൂ. ഹബീബായ നബി പറയാണ്, എന്ത്? അൽ ഖത്ല സലാസത്തു റിജാലിൻ റജുലുൻ മുഅ്മിനുൻ ജാഹദ ബിനഫ്സിഹി വമാലിഹി, ഒരാൾ അയാൾ സമ്പത്ത് കൊണ്ട് ശരീരം കൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ സമരം ചെയ്തു. ഹത്താ ലഖിയൽ അദുവ, അങ്ങനെ ശത്രുവിന്റെ അടുക്കൽപ്പെട്ടു. അങ്ങനെ ആ മനുഷ്യൻ ഷഹീദായി. അള്ളാഹു തന്റെ ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും അള്ളാഹുവിന്റെ മാർഗത്തിൽ സമരം ചെയ്ത് ഒരു മനുഷ്യൻ ഷഹീദായി. ഷഹീദുൽ മുംതഹനു ഫീ ഖൈമത്തില്ലാഹി തഹത അർശിഹി ലാ യുഫ്ളിലുഹു നബിയുന ഇല്ലാ ബിദർജത്തി നുബുവ. ഈ മനുഷ്യന്റെ മേലെ നബിമാര് പോലും ഒരു ദർജത്ത് നുബുവ കൊണ്ട് മാത്രമേ മേലെയാകൂ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന്. അത്രയും വലിയ സ്ഥാനമായിരിക്കും അവിടെ ഉണ്ടാവുക. ഞാൻ നിങ്ങളോട് പറഞ്ഞത് 500 കൊല്ലത്തെ വഴിദൂരമുള്ള പരിമളം അടിച്ചു വീശുന്ന ഒരു സ്വർഗലോകമില്ലേ? 500 കൊല്ലത്തെ വീതിയുള്ള സ്വർഗത്തിന്റെ വാതിലും ഇല്ലേ? അതിലൂടെ പ്രവേശിക്ക അമ്പിയാക്കളും ശ്രോതാക്കളും. എല്ലാവർക്കും വേറെ വേറെ വാതില. അമ്പിയാക്കൾ, ഔലിയാക്കൾ, ശുഹദാക്കൾ കയറുന്ന വാതിലുണ്ട്. ആ വാതിലിന്റെ വീതി 500 കൊല്ലത്തെ വൈദൂരാണ്. താഴെ വാതിലിനെ പറ്റി പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അത് അവാമിന്റെ വാതിലാണ്. അവാം പറഞ്ഞാൽ സാധാരണക്കാര്. അതായത് 1200 കിലോമീറ്റർ ഒക്കെ ഉള്ള വാതിൽ എന്ന് പറഞ്ഞാൽ അത് അവാമിന്റെ വാതിലാണ്, സാധാരണക്കാരുടെ വാതിൽ. മനസ്സിലായില്ലേ? 500 കൊല്ലത്തെ വീതിയുള്ള വാതിലുണ്ട്. അതിലാരാ? അതിൽ അംബിയാവും ശുഹദാവും ഔലിയാവും ശുഹദാവും ആണ് അതിൽ കയറുക. സാധാരണ വാതിലിന്റെ സൗകര്യം ഇതാണെങ്കിൽ അവരെ വാതിലിന്റെ സൗകര്യം എന്തായിരിക്കും? അംബിയാ നുബുവത്തിനെ ഏറ്റെടുത്ത് അതിന്റെ ഹക്ക് വീട്ടി. ഔലിയാ എന്നും സിദ്ദീഖുകളായി ജീവിച്ച്. സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും പുറപ്പെട്ടു, ഒന്നും തിരിച്ചു വന്നില്ല. അവരിൽ നിന്ന് അമ്പിയാക്കൾ വ്യത്യാസപ്പെടുക എന്തായിരിക്കും? ഒരു ദർജ. അവർ ആ വാതിലൂടെ തന്നെ അവരെ കയറ്റപ്പെടും. അല്ലാഹു തൗഫീഖ് തരട്ടെ. നിങ്ങളെ ഇതിന് 500 കൊല്ലത്തെ വൈദൂരം വിശാലതയുള്ള വാതിലിന് വീതിയുള്ള വാതിൽ കയറണമെങ്കിൽ ഇവന് 3-4 ദർജ വേണം. ഒന്നിരിക്കലും ഇവൻ ആരാകണം? എലിക്കൊനെ വിളിക്കും. അവിടെ തന്നെയാണ് ഒരു ആള് സ്വർഗത്തിന്റെ വാതിൽ ചെല്ലുന്ന നേരത്ത് മലക്കൾ പറയും, ഇതാണ് നിങ്ങൾ ഇവിടെയാണ്, നിങ്ങൾ അവിടെയാണ്, നിങ്ങൾ അവിടെയാണ്, നിങ്ങൾ അവിടെയാണ്, നിങ്ങൾ അവിടെയാണ്. സ്വർഗത്തിൽ 100 തട്ടുണ്ട്. ഈ 100ന്റെ മായന എന്താന്ന് അല്ലാഹു അലം. ഇന്ന ഫിൽ ജന്നത്തി 100 ദറജ, 100 തട്ട സ്വർഗത്തിൽ. മാബൈന ദർജത്തിന് മാബൈന സമാഇ വൽ അർള, 2 തട്ടിനിടയിൽ ആകാശഭൂമിക്കടയിലുള്ള വ്യത്യാസമാണ്.
അപ്പോൾ അവസാനത്തെ തട്ട് എവിടെ ഇരിക്കും? നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലാവുന്നുണ്ടാ? ഇതൊക്കെ ഫാനിയത്തായ ലോകല്ലേ? ഇതൊക്കെ അള്ളാഹു തന്നെ നശിപ്പിക്കൂലേ? നശിപ്പിക്കാത്തല്ലേ സ്വർഗം? അപ്പൊ അതിന്റെ വെയിറ്റ് ഉണ്ടാവില്ലേ? നിങ്ങൾക്ക് പറയാം, ആകാശം ഇപ്പൊ വലിയ സാധനമാണെന്ന് തോന്നുന്നുണ്ടല്ലോ. അതിപ്പോ നമ്മക്കല്ലേ? ഇത് എന്താണ് മനസ്സിലായില്ല? പന്തലും പൊരയും വ്യത്യാസമല്ലേ? പന്തലിന്റെ കരുത്തും പൊരന്റെ കരുത്തും വ്യത്യാസം ഉണ്ടോ അല്ലേ? എന്തുകൊണ്ട് എന്താ വ്യത്യാസം? ആ വ്യത്യാസത്തിന് അടിസ്ഥാന കാരണം എന്താ? പൊര നിലനിർത്താണ്ടാക്കിയതാ, പന്തൽ പൊളിക്കാണ്ടാക്കിയതാ. മേലെ ഒരു തുണിന്റെ ഷീറ്റ് ഇടുന്ന പന്തല്, ആ പന്തൽ നിങ്ങൾ 7-ാം ഭൂമിക്ക് ഇങ്ങനെ 25 മീറ്റർ കാല് താഴ്ചയിട്ട് കുഴിച്ചിടും. അത് ഒരു ഇന്റർലോക്കിന്റെ കട്ട അങ്ങ് എടുത്തിട്ട് അവിടെ ഇടക്കും കാല്. കുട്ടികൾ കുടിക്കാൻ തന്നെ വീണു. കുട്ടികളോട് പറയും, കുട്ടികളെ 3 മണി വരെ പൊളിഞ്ഞാടരുത്. എന്തുകൊണ്ട്? അതത്രേ ഉള്ളൂ. ആകാശം എന്ന സാധനം അത് വലിയ തന്നെ. പക്ഷെ അത് പൊളിക്കാൻ പന്തലല്ലേ? പൊളിക്കാത്ത സാധനമാണ് എന്ത്? ആകാശത്തിന് വീട് എന്ന് പറഞ്ഞിട്ടില്ലല്ലോ, സ്വർഗത്തിന് വീടല്ലേ? അപ്പൊ മറ്റു പന്തലല്ലേ? അപ്പോൾ ആ വാതിലും ആ ലോകവും എങ്ങനെയായിരിക്കും? അതെവിടെയാണ്? അത് ആകാശത്തിന്റെ അപ്പുറത്താണോ? എന്നോടൊരാൾ ചോദിക്കാണ്, ആകാശം ഭൂമിയും കൂടി അത്ര വീരുണ്ടാക്കി അത് എവിടെ കൊള്ള ഉസ്താദേ? കൊള്ള ഉസ്താദ് എന്നാ ഇവൻ വിചാരിച്ച ഇവിടെയാണല്ലേ? ഇവിടെ കൊള്ള വിചാരം മനസ്സിലായില്ല. ഇവന്റെ വിചാരത്തിൽ അങ്ങനെയാണ്. ഇത് മണിയാശാൻ കോഴിക്കോട് ഉണ്ടാക്കിയ പോലെ ആയല്ലേ പ്രശ്നമുള്ളൂ. മണിയാശാൻ എന്ന ഒരുത്തൻ കോഴിക്കോട് ഉണ്ടാക്കി, നല്ലൊരു കോഴിക്കോട് ഉണ്ടാക്കി. വീട്ടിന്റെ ഉള്ളിൽ. മനസ്സിലായില്ല. ഒരു 10-25 കോഴികൾക്ക് താമസിക്കാൻ പറ്റിയ ഒരു കോഴിക്കൂട് ഉണ്ടാക്കി മണിയാശാന് വീട്ടിന്റെ ഉള്ളിൽ. വെയിലൊക്കെ പുറത്ത് വെയിലായതുകൊണ്ടേ വീട്ടിന്റെ ഉള്ളിലിട്ട് ഉണ്ടാക്കി. കോഴിക്കൂട്. അങ്ങനെ കൂടിന്റെ പണിയൊക്കെ കഴിഞ്ഞ് പിന്നെയാണ് ബേജാറായത്. ഇനി എങ്ങനെ പുറത്തു കൊണ്ടുപോവുക? കാരണം മനസ്സിലായില്ല. നമ്മളിപ്പോ മണിയാശാന്റെ ചിന്തയാണ് ഇപ്പൊ നമുക്ക് വന്നത്. ഇത് വീടിന്റെ പുറത്താണെങ്കിൽ വലിയതായതുകൊണ്ട് ബേജാറെന്താ? ആകാശത്തിന്റെ ഉള്ളിലാണ് സ്വർഗം എന്ന് വിചാരിച്ചാലല്ലേ പ്രശ്നമുള്ളൂ. 500 കൊല്ലത്തെ വൈദൂരം, 100 കൊല്ലത്തെ വൈദൂരം എന്ന് പറയുമ്പോഴുള്ള പ്രശ്നം എവിടെയാ? മനസ്സിലായില്ലേ പറഞ്ഞത്? പിന്നെ സ്വർഗത്തിൽ 100 ദർജ, ഓരോ ദർജ മാബൈനസമായി വല്ലറിഞ്ഞ് ആകാശം ആകെ 7. നമ്മൾ ചിന്തിച്ചതിലെ ഏറ്റവും വലിയ ലോകം എന്താണ്? ആകാശാണ്. അത് പന്തലാണ്. പൊളിക്കാനുള്ളതല്ലേ? പന്തലല്ലേ? പൊളിക്കാൻ തീരുമാനിച്ചുകൊണ്ടല്ലേ അള്ളാഹു തആല എന്ത് പറഞ്ഞത്? ആകാശത്തെയും പറ്റി ഭൂമിയെ പറ്റി പറഞ്ഞപ്പോൾ എന്ത് പറഞ്ഞത്? ഇൻഷിഖാഖിന്റെ എത്ര ആയത്തിറക്കി? എന്നുള്ളത് അള്ളാഹു തആല തീരുമാനിച്ചത് ആകാശത്തിന്റെ പണി കഴിഞ്ഞിട്ടോ മുമ്പോ? അല്ലാഹ് പഠിച്ചവനെ, ഇവർക്ക് ലേശം ബുദ്ധി കൊടുക്കണമേ റബ്ബേ. ഇദസ്സമാഉൻ ശഖത്ത് എന്ന അള്ളാഹുവിന്റെ കലാം ഉണ്ടാവുന്നത്, ആ കലാം അള്ളാഹിന്റെ അസലിയായ കലാമേ സ്വർഗം ഉണ്ടാക്കിയിട്ടുള്ള കലാമാണത്? ആണോ? സ്വർഗം ആകാശം ഉണ്ടാക്കിയിട്ടാണോ അള്ളാഹു തആല ഇദസ്സമാഉൻ ശഖത്ത് എന്ന കലാം ഉണ്ടായത്? അല്ലെങ്കിൽ അള്ളാഹുവിന്റെ തീരുമാനം ഉണ്ടായത്? എന്ത് മനുഷ്യന്മാരാണ് നിങ്ങൾ? ബുദ്ധിയോട് കൂടെ ആലോചിക്കണോ? പറഞ്ഞത് മനസ്സിലായില്ലേ? ഇദസ്സമാഉൻ ശഖത്ത് എന്ന അർത്ഥം എന്താ? ആകാശം പിളർന്ന് തകർന്ന് പോയാൽ, ഇതല്ലേ അർത്ഥം? ഈ തീരുമാനം അള്ളാഹ് എടുക്കണ ആകാശം ഉണ്ടാക്കിയിട്ടാണോ? ഞാനിവിടുന്ന് അങ്ങോട്ട് ഇറങ്ങിയാൽ ഇതെങ്ങനെ ആകാശം ഉണ്ടായിട്ടാവുക? ഇത് അള്ളാന്റെ അസലിയായ തീരുമാനല്ലേ? ആകാശം അള്ളാന്റെ ഖൽഖല്ലേ? ഹാരിത്താവുക, കലാം എങ്ങനെ ഹാരിത്താവോ? ഞാനിവിടെ കണ്ട് ഇറങ്ങിയാൽ അപ്പൊ ഇവിടെ ആദ്യം എന്താ ഉണ്ടായത്? അള്ളാന്റെ മൗജൂദായ അള്ളാന്റെ കലാമിലുള്ളതല്ലേ എന്ത്? ആകാശം പൊളിഞ്ഞ് തകർന്നു നോക്കാം. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ആകാശം ഉണ്ടാക്കുന്നതിന് മുമ്പെന്നെ തകർക്കാൻ അള്ളാന്റെ അസലിയായ തീരുമാനമാണ്. തകർക്കാൻ തീരുമാനിച്ചുണ്ടാക്കണേ എന്താ പറയാ? പന്തലോ സ്വർഗം തിരുക്കത്താറുലാഹറ നീടലോ?
പറഞ്ഞത് മനസ്സിലായോ? ആരെങ്കിലും മനുഷ്യന്മാരെ പന്തലിനുള്ളിൽ കൊണ്ട് വീട് വെക്കും? അടിച്ച തമ്പുരാനെ, ഞാനിവിടെ അങ്ങോട്ട് ഇറങ്ങും. ഖുർആൻ പഠിക്കണമെങ്കിൽ അന്തം വേണം. അന്തം വാങ്ങിയ കിട്ടൂല, അന്തം വേണം. ഖുർആൻ പഠിക്കണമെങ്കിൽ ഒരു അന്തം വേണം. ഇതസ്സമാവും ശക്കത്ത് അള്ളാന്റെ കലാമാണോ? അല്ലേ? ഇവിടെ ചില ആളുകളെ പ്രശ്നമാണ് എന്ത്, ഇങ്ങനെയൊക്കെ എങ്ങനെ നടക്കുക? എന്തുകൊണ്ട്? ആകെ 7 ആകാശമല്ലേ ഉള്ളൂ. ഈ ജാതി സ്വർഗലോകങ്ങളും ഈ ജാതി വാതിലുകളും ഈ ജാതി സൗകര്യത്തെ എങ്ങനെ ഇതിനുള്ളിൽ കൊള്ളാം? ഇതിന്റെ ഉള്ളിൽ അരയ്യല്ലേ ഈ മണിയാസനായതുണ്ട് പ്രശ്നം. മണിയാശാനായതാണോ പ്രശ്നം? ഈ എവിടെ കൊണ്ടിട്ട് എവിടെ കുഴിച്ചിടണ്ട? സ്വർഗത്തിന് എവിടെ കുഴിച്ചിടണ്ട? സ്വർഗം ആകാശത്തിനുള്ളിൽ കൊള്ളൂല. എന്തുകൊണ്ട്? ആകാശ പന്തലല്ലേ. എന്താ പന്തലെന്ന് പറയാൻ കാരണം? പൊളിക്കാൻ തീരുമാനിച്ചുണ്ടാക്കണല്ലേ പന്തല്. നിർത്താൻ തീരുമാനിച്ചുണ്ടാക്കിന് വീട് അറിയും, പൊളിക്കാൻ തീരുമാനിച്ചുണ്ടാക്കണേന് ഷെഡ് അറിയും, പന്തല് അറിയും അല്ലേ? നമ്മൾ വീട്ടിന്റെ പണിയെടുക്കണ നേരത്തെ ഷെഡ് ഇട്ടു, തകര സീറ്റ് കൊണ്ട് ചുമര്, തകര സീറ്റ് കൊണ്ട് ഉള്ളിലേക്ക് ഒരു ഇരുമ്പൊക്കെ കൊക്കയിട്ടിട്ട് വാതില് അല്ലേ? അതിനെന്താ നമ്മൾ പറയാ? ഷെഡ്. എന്തുകൊണ്ടാണ് ഷെഡ് എന്ന് പേര് വന്നത്? എന്തുകൊണ്ട് ഷെഡ്? പൊളിക്കാളാണ്, പന്തലാണ്, ഷെഡാണ്. വീടോ? വീട് എനിക്കും എന്റെ കുട്ടികളെ ഞാൻ വന്നാൾ വരെ ആകില്ല. പിന്നെ പൊളിഞ്ഞാടിയാലേ കുടുങ്ങുള്ളൂ. വല്യാപ്പാന്റെ കാലത്ത് ഉണ്ടാക്കിയ വീടാണ്, പൊളിഞ്ഞു കഴിഞ്ഞിപ്പോ എന്താ ചെയ്യാ? അങ്ങനെ വല്യാപ്പ വല്യമാനെ കെട്ടിയ പന്തലാണ് എവിടെയെങ്കിലും പറഞ്ഞു നിങ്ങൾ കേട്ടിട്ടുണ്ടാ? അപ്പൊ എന്ത് ഇവിടെ വ്യത്യാസം? സ്വർഗം ദാറാണ്, ആകാശം ദാറല്ല. ആകാശം ആകാശത്തിന്റെ ഉള്ളിലുള്ളൂ, എന്തല്ല ദാറല്ല. ദാറല്ലെങ്കിൽ പിന്നെ എന്താണ്? പറയടോ, പന്തലടോ. പന്തലിനുള്ളിൽ എങ്ങനെ സ്വർഗം കൊള്ളും? നാം ഇപ്പോഴും വികസിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ആകാശത്തിന്റെ ഉള്ളിൽ വികസിപ്പിക്കുകയാണെങ്കിൽ ഒരു പരിധിയുണ്ട്. ആകാശത്തിനപ്പുറം ഒരു ലോകമുണ്ടാവും. ആ ലോകത്തെ വികസിപ്പിക്കാൻ സംഗതിയുള്ളൂ. ആകാശത്തിന് ഒരു പരിധി ഉണ്ടാവും. അതിന് അല്ലാഹു തആല അളവ് കൃത്യമാക്കി പറഞ്ഞിട്ടുണ്ട്. ചിന്തിക്കണം. അപ്പോഴാണ് ഓരോരോ വാതിലിൻ വിധിയാതോരോന്ന് ആകാശം ഭൂമിയും തന്നെ അതെന്നോർ. അപ്പോൾ അതിന്റെ മൈന മനസ്സിലാകുക. 70 വാതിൽ തുറന്നാൻ എനിക്കല്ല ആരും അറിയാത്ത അത് 70 ലോകത്തിന്റെ വിവരമായിരിക്കും. വെറും ഇൽമിന്റെ കിതാബിന്റെ വാതിലല്ലേ 70 ലോകം. ഓരോരോ വാതിലിൻ വിധിയാതോരോന്ന് ആകാശം ഭൂമിയും തന്നെ അതെന്നോറ്. ആകാശം എത്ര? 7. ഇവിടെ എത്ര? 70 ലോകം. അത് ആകാശത്തിനുള്ളിലെ പുറത്തോ? പറഞ്ഞു മനസ്സിലായോ? അതാണ് ലോകം. ഇത് പന്തല്, ഇത് ദാറുമല്ല ദാറുലഹു. അപ്പൊ ഷെഡ്. ദാറുമല്ല ദാറുലഹു ഷെഡ്. ദാറുമല്ല ദാറുലഹു പറഞ്ഞ അതിനൊക്കെ അർത്ഥമാക്കി. ദാറുമല്ല ദാറുലഹു. അപ്പൊ ദുനിയാവെന്ത്? ഷെഡ്. കാരണം ദാറുമല്ല ദാറുലഹു അല്ല, ദാറുമല്ല ദാറുലഹു ഷെഡ്. നമ്മളെ കുത്തുബോധനം മയലിൽ നിന്ന് പരപ്പണിക്കാലത്ത് 2 ആൾ വന്ന് ഒരു ഷെഡിന്റെ ഉള്ളിൽ എങ്ങനെ വാതിലും വെച്ച് ഇങ്ങനെ കഴിഞ്ഞു. അപ്പൊ ഇവർക്ക് ബേജാറായി, അതെ ഇവിടെ ഞങ്ങൾ പാർക്കണ് പരപ്പണി ആരുണ്ടല്ലേ. അപ്പൊ ദാറുമല്ല ദാറുലഹു. അപ്പൊ വീടില്ല. അപ്പൊ തൽക്കാലാണ് എന്ത് ദുനിയാ. ഈ ആകാശം ഭൂമിയും ഈ കാണുന്ന നക്ഷത്രങ്ങളും ഇതെല്ലാം ദാറുമല്ല ദാറുലഹു. ഇവിടുത്തെ മുതലോ മാലുമല്ല മാലലഹു. അപ്പൊ ദാറോ ഇത് ദാറല്ല, ഇത് ദാറുമല്ല ദാറാ. ദാറോ തിൽക്കദ്ദാറുൽ ആഖിറ. അയ്യോ അതിനെ വാതിലുണ്ടുള്ളൂ. ഇതിനോ അങ്ങനത്തെ വാതിലിന്റെ ആവശ്യമില്ല. ഇത് എന്തെങ്കിലും തകരപ്പൊളി വെച്ചാൽ മതി. ആകാശത്തിന് വാതിലുണ്ടെങ്കിലും തകരപ്പൊളിയാ. കാരണം പൊളിക്കണ മനസ്സിലാണ്ട് പറഞ്ഞത്. ചിന്തിക്കണം.
അതുകൊണ്ട് ഇതിലൊന്നും പരാജയപ്പെടില്ല. നമ്മൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ കാര്യങ്ങൾ ശരിക്കടി ചിന്തിച്ച മനസ്സിലാകും. അവിടെ പരാജയപ്പെടുകയില്ല, അവിടെ പരാജയപ്പെടുകയില്ല. സ്വർഗത്തിന് 8 വാതിലുകൾ ഉണ്ട്. ചിലത് ചിലതിനേക്കാൾ അഫ്ളലാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ സമരം ചെയ്തവർ മുജാഹിദിനെ പറ്റി ഹബീബ നബി പറഞ്ഞു, സമരം ചെയ്യുന്ന ഒരു മനുഷ്യൻ, മനസ്സിലായില്ലേ, നന്മ ചെയ്യുന്ന ഒരു മനുഷ്യൻ, അയാളൊക്കെ അള്ളാഹിന്റെ മാർഗത്തിൽ സമരം ചെയ്യുന്നവനാണ്, സത്യം നിലനിൽക്കാൻ ആഗ്രഹിക്കുന്നവന്. ഇത്തരം ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്ന സൗകര്യം, ആ മനുഷ്യനെ ആരും കാണാത്ത അതിമനോഹരമായ ഒരു സ്ഥലത്തേക്ക് അള്ളാഹു എത്തിക്കും. എന്നാൽ വേറൊരാളുണ്ടാവും, അയാൾക്ക് ദുനൂബിൽ പുരണ്ടിട്ടുണ്ട്, പക്ഷെ ശത്രുവിന്റെ മുന്നിൽ കൊല ചെയ്യപ്പെട്ടു, ആൾ മുഅ്മിനാണ് എങ്കിൽ അയാൾക്ക് അല്ലാഹു തആല ഒരു വാതിൽ കൊടുക്കും. ആ വാതിലിന് അത്ര മെച്ചം ഈ വാതിൽ ഉണ്ടാവില്ല, ആ സ്വർഗം. മനസ്സിലായില്ലേ? മനസ്സിലാണ്ട് പറഞ്ഞത്? ഒരാളുണ്ട് ദോഷത്തിൽ പുരണ്ടിട്ടുണ്ട്, പിന്നെ ഷഹീദായി. ഒരാൾ സമ്പൂർണ്ണ മുഅ്മിന, പിന്നെ ഷഹീദായി. ഒരാൾ ദോഷത്തിൽ പുരണ്ടിട്ടുണ്ട്, ഷഹീദായി. ഒരാൾ മുനാഫിഖാണ്, ഷഹീദായി. ഇതിൽ ഒരാളെ, ഈ 3 ആളെ സ്വർഗത്തിന്റെ വാതിലെത്തുമ്പോൾ ഒരാളെ മേലേക്ക് കയറ്റും, ഒരാൾ അയാൾക്ക് യോജിച്ച ഒരു ഏരിയക്ക് കയറ്റും. കാരണം ഇയാൾക്ക് എന്തുണ്ട്? ദോഷമുണ്ട്. 3ാമത്തെ ആൾ മുനാഫിഖ, ഷഹീദായിട്ടുണ്ട്, പക്ഷേ അവൻ അവിടുന്ന് തടയപ്പെടും. എന്തുകൊണ്ട്? നിഫാഖിന് പരിഹരിക്കാൻ കഴിയില്ല. രക്തത്തിന് ഒരിക്കലും കപട വിശ്വാസത്തെ പരിഹരിക്കാൻ കഴിയില്ല, ദോഷം പരിഹരിക്കും. മനസ്സിലായില്ല? രക്തസാക്ഷിയുടെ രക്തം എന്തിനെ പരിഹരിക്കും? സ്വർഗവാതിലിൽ വെച്ച് രക്തസാക്ഷിയുടെ രക്തം ദോഷത്തെ പരിഹരിക്കും. എന്ത് പരിഹരിക്കൂല? കപടവിശ്വാസം പരിഹരിക്കൂല. മുനാഫിക്ക് എന്താണെങ്കിൽ മുനാഫിക്കനെ ഷഹീദായാലും തള്ളപ്പെടും. എന്തുകൊണ്ട്? കപടവിശ്വാസിയാണ്. വേറൊരാളുണ്ട്, ഷഹീദുമായിട്ടില്ല, ദോഷത്തിൽ പെരണ്ടിട്ടുമുണ്ട്, സാലിഹാമലുണ്ട്, ദോഷമുണ്ട്. ഈ മനുഷ്യനെ കാര്യത്തിൽ ഫുത്തിഹത്ത് അബ്വാബുവിന്റെ വാവ് ഇവിടെ കൃത്യ, അവിടെ അയാൾ യൂഖഫു അസ്മിനത്തൻ കസീറ വഇന്നഹു ലയറാ ഖദമഹു ദാഖിലൽ ജന്ന വലാകിൻ ലൈസ ലഹു ഇദ്നുൻ അൻ യദ്ഖുല ഹത്താ യഖിഫ സമാനൻ തവീലൻ ലഅന്ന ലഹു ദുനൂബൻ കസീറ. മനസ്സിലായില്ല? ചില ആളുകൾ സ്വർഗത്തിന്റെ വാതിൽക്കൽ വന്ന് നിൽക്കും, ഉള്ളു കയറ്റുക. എന്തുകൊണ്ട്? ഷഹീദല്ല. മനസ്സിലായോ? ജനങ്ങളെ ഏത് തിന്മയും മറിച്ചിടാവുന്ന സദഖയും ഇയാൾക്കില്ല. എന്നാ നന്മയുണ്ട്, തിന്മയുണ്ട്. അപ്പൊ ഇയാൾക്ക് എന്തുണ്ട്? സ്വർഗമുണ്ട്. പക്ഷേ അയാൾ സ്വർഗത്തിന്റെ വാതിൽക്ക കൊണ്ടേ നിർത്തും, മുടക്കും. എന്തായാലും സുഖാണ്. എവിടെ നിൽക്കണ്? അവനെ നിർത്തപ്പെടും. സ്വർഗത്തിന്റെ വാതിൽക്കൽ സമാനം തവീലൻ, ദീർഘമായ കാലഘട്ടം. അവൻ നോക്കും അവന്റെ ഇരിപ്പിടവും അവന്റെ കൊട്ടാരവും അവന്റെ ഖാദിമീങ്ങളെയും അവൻ കാണും, പക്ഷെ അനുഭവിക്കാൻ കഴിയുകയില്ല. ദീർഘമായ കാലം കഴിയാതെ. എന്തുകൊണ്ട്? ഇവനെന്തുണ്ട്? മനസ്സിലായില്ല? ദോഷമുണ്ട്, മുടക്കും, അവിടെ അങ്ങനക്കും. ഇവിടെ നിന്നാ തന്നെ അവന്റെ ഏരിയ ഫുള്ള് കാണും, പക്ഷെ എന്താവില്ല ഇറങ്ങില്ല. ഏതുപോലെ നമ്മളെ വീട്ടിലെത്തി. നമ്മളെവിടുന്നോ അമേരിക്കയിൽ വരികയാണ്, അങ്ങനെ വീട്ടിലെത്തിയപ്പോ എല്ലാം വാതിലടച്ചിട്ടുണ്ട്. ഉമ്മയും വാപ്പ എവിടെ പോയതാ? പിന്നോടൊന്നും ജനലിന്റെ ഉള്ളിലൂടെ എങ്ങനെ കാണുന്നുണ്ട്. മനസ്സിലായില്ല? ഒരുക്കി വെച്ചതും അതും ഇതും ഒക്കെ കാണുന്നുണ്ട്. ഉമ്മയും വാപ്പയും ഏതോ ബീച്ചിൽ പോയതാണ്, വന്നിട്ട് കഴിക്കാനുള്ള ബിരിയാണിന്റെ ചെമ്പ് മേശപ്പുറത്ത് ഇങ്ങനെ ടേബിൾ ഒക്കെ വെച്ചൊക്കെ നമ്മൾ കാണുന്നുണ്ട്. മനസ്സിലായോ? എല്ലാം കാണുന്നുണ്ട്. എന്താവില്ല? തുറന്നിട്ടുണ്ട്. മനസ്സിലായോ? പിന്നെ ഉമ്മയും വാപ്പയും തിരിച്ചറിഞ്ഞാൽ നടക്കേണ്ടി വരും. എന്നതുപോലെ ചില ആളുകൾ ഉണ്ട്, ചില രക്തസാക്ഷികൾ ഉണ്ട്. അവർ സ്വാലിഹ്യങ്ങളുമാണ്, ശ്രോതാക്കളുമാണ്. അവരും നബിയും തമ്മിൽ ഒരു ദർജയേ ഉള്ളൂ. അതുകൊണ്ട് ആ ഒരു പ്രത്യേക ഏരിയയിലാണ് അവർ വസിക്കുക. അവരെ വാതിൽ 500 കൊല്ലത്തിന്റെ വാതിലാണ്, അതിലേക്ക് അവർ കയറ്റപ്പെടും. ചില ആളുകളോ ദോഷികളാണ് എന്ന രക്തസാക്ഷികളാണ്, അവരെ സ്വർഗ്ഗത്തിലേക്ക് കയറ്റപ്പെടും. പക്ഷെ ആ ദർജ ഉണ്ടാവില്ല. 1-ാം ദിവസം തന്നെ കയറ്റും. കാരണം രക്തസാക്ഷിയുടെ രക്തത്തിന് ദോഷത്തെ പ്രവർത്തിക്കാൻ കഴിയും. മുനാഫിക്കിനെ വാതിൽക്കന്നെ തടയപ്പെടും, രക്തസാക്ഷിക്കിന് വാതിൽക്കന്നെ തടഞ്ഞു. എന്തുകൊണ്ട്? രക്തസാക്ഷിയുടെ രക്തത്തിന്
ഒരിക്കലും കപട വിശ്വാസത്തെ തടയാൻ ഇത് പൊറപ്പിക്കാൻ കഴിയില്ല. ആ ദോഷം പൊറുക്കില്ല. ഒന്ന് അള്ളാഹു കാക്കട്ടെ. അവർക്ക് പറയാം അള്ളാഹു കപട വിശ്വാസത്തെ തൊട്ട് നമ്മളെ കാക്കട്ടെ, മുനാഫിഖാവിനെ തൊട്ട് അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഇനി നാലാമത്തെ ഒരാള്, അയാൾക്ക് ദോഷമുണ്ട് നന്മയുണ്ട്, എന്നാൽ ഷഹീദും അല്ല, അങ്ങനെ മറികടക്കുന്നൊരു സദക്കൊന്നും അങ്ങനെയോട്ടും ഇല്ലാനും ഇന്നില്ല. അപ്പോൾ അവനെ വാതിൽ നരകത്തേക്ക് അയക്കൂല, വാതിൽക്ക് നിർത്തും. ദീർഘമായ കാലം. സ്വർഗത്തിന്റെ ഉള്ളിലേക്ക് അവൻ നോക്കിക്കൊണ്ടേ നിൽക്കും. അവൻ അവന്റെ കൊട്ടാരവും വിരിപ്പിടവും അവന്റെ സർവന്റികളെയും കണ്ടുകൊണ്ടേയിരിക്കും. പക്ഷേ ഉള്ളിൽ കയറാൻ സമ്മതമില്ല. ദീർഘമായ കാലം കഴിയണം ആ വാതിലുകൾ തുറക്കണമെങ്കിൽ. ഓരോരുത്തരുടെയും വാതിലിന്റെ ഏരിയ വ്യത്യസ്തമായിരിക്കും. ആ വാതിലിന്റെ പകിട്ടും വ്യത്യസ്തമായിരിക്കും. പ്രഭുവിനെ സ്വീകരിക്കാനുള്ള പന്തലും സാധാരണക്കാരനെ സ്വീകരിക്കാനുള്ള പന്തലും വ്യത്യസ്തമായിരിക്കും. അവിടുത്തെ പ്രഭുക്കളാരാ? ഇവിടുത്തെ പ്രഭുക്കളല്ല. ഇവിടുത്തെ പല പ്രഭുക്കളും അവിടെ നരകത്തിലായിരിക്കും. അവിടുത്തെ പ്രഭുക്കൾ ഇവിടെ സാധുക്കളാണ്. എങ്ങനത്തെ സാധുക്കൾ? കേവലം പൈസ ഇല്ലാതായ പോരാ, അള്ളാന്റെ മാർഗത്തിൽ സമരം ചെയ്ത കാരണം എല്ലാവരും പിന്തുണയും നഷ്ടപ്പെട്ടു. സ്വന്തം വീട്ടിൽ പോലും ഒരീഭാവും. ഒരു നന്മയുള്ള മനുഷ്യൻ സ്വന്തം വീട്ടിൽ ഒരീഭാവും, സ്വന്തം വീട്ടിൽ തള്ളപ്പെടും. എന്റെ ഭാര്യ തള്ളി പറയും, വാപ്പ തള്ളി പറയും, ഉമ്മ തള്ളി പറയും, എല്ലാം തള്ളി പറയും. മനസ്സിലായില്ലേ? അങ്ങനത്തെ ആളുകൾക്ക് ഉന്നതമായ ദർജയിരിക്കും. നിങ്ങൾ വിചാരിക്കും പോലെയല്ല കാര്യം. അപ്പോൾ പറഞ്ഞു സമായിൽ നിങ്ങളെ റിസ്ക്കുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ ഉള്ള സാധനം സമായിൽ സ്വർഗത്തിൽ വെച്ചിട്ടുണ്ട് എന്നല്ല അതിന്റെ തഫ്സീർ. ഇമാം മുജാഹിദ് റളിയല്ലാഹു അൻഹു തഫ്സീർ നിങ്ങൾക്കൊക്കെ വേണ്ടെത്തുന്നാളത് അവിടെ ഉണ്ട്. അവിടെ സമാന്റെ മേലെ സമാവും സമാവാത്തും രണ്ട് വാങ്ങി പറയും. സമാഇറ മേലെ, സമവാത്ത ആകാശങ്ങള്. മനസ്സിലായില്ലേ? സമാ എന്ന് പറഞ്ഞാൽ മീതയായി. അപ്പൊ ആകാശത്തിന്റെയും മീതക്കും എന്തെന്നെ പറയാ? സമാ. ആകാശത്തിന് സമാവാത്തറിയും സമാവെന്ന് പറയാ. പക്ഷെ ആകാശത്തിന് അപ്പുറം സമാവെന്നറിയാ പറയും, സമാവാത്ത് അറിയില്ല. ആകാശത്തിന് സമാവാത്ത് എന്ന് പറയും. എന്തും പറയും, സമാവെന്ന് പറയും. ആകാശത്തിന് അപ്പുറത്തിനോ സമാവെന്ന് പറയാ. എന്തല്ല? സമാവാത്തല്ല. ഓഫീസ് സമാവാത്തിൽ റിസ്ഖുന്നല്ല, ഓഫീസ് സമായി റിസ്ഖുന്നാണ്. മനസ്സിലായി? തിരിയണം, തലക്ക് കയറ്റണം. നമ്മൾക്ക് അന്തം വിട്ടു പോയാൽ നമ്മൾ പറയുന്ന വാക്ക് വെറുതെ ആവും. അപ്പോൾ ജനങ്ങൾ തെറ്റ് മനസ്സിലാക്കും. അപ്പോൾ ജനങ്ങൾ കാര്യം മനസ്സിലാക്കൂല. മണിയാശാന്റെ കോഴിക്കോടല്ല സ്വർഗം. മണിയാശാന്റെ കോഴിക്കോടാണെങ്കിൽ ഇത് എവിടെ കൊള്ളുന്ന് പറയാനുള്ളൂ. ഇനി ഇത് എങ്ങനെ കൊള്ളാം? മണിയാശാന്റെ കോഴിക്കോടല്ല സ്വർഗം, ഇത് ആകാശത്തിന് അപ്പുറത്താണ്. മനസ്സിലായില്ലേ? ഓരോരോ വാതിലിൻ വിധി ഓരോന്ന്, ആകാശം ഭൂമിയും തന്നെ അതെന്നവർ. നൂറുകണക്കിന് പദവികൾ സ്വർഗത്തിലുണ്ട്. ഓരോ പദവികൾക്കും ഇടയിൽ ആകാശഭൂമിക്കിടയിലുള്ള വ്യത്യാസമുണ്ട്. മുഹമ്മദ് മുസ്തഫ. അപ്പോൾ പിന്നെ അത് എത്രയാ? അപ്പൊ തട്ടാ. അങ്ങനെയാണെങ്കിൽ 70 തീരുമല്ലോ. അപ്പൊ 97, പിന്നെ 93 എവിടെ ഇരിക്കും? മനസ്സിലായില്ല? അപ്പൊ ഈ 93 കണക്കാക്കണ്ട, 100 അതിന്റെ അപ്പുറത്താണ്. അള്ളാന്റെ ചെറിയ ലോകാണത്. ആകാശം താഴെ അള്ളാന്റെ ചെറിയ ലോകാണ്. അത് പൊളിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. ഇനി പൊളിക്കാത്തൊരു സാധനത്തിൽ ഭൂമിയിലാക്കിയിട്ട് ഖാലിദീൻ അറിയാൻ പറ്റുമോ? എന്തുകൊണ്ട്? കല്ലായില്ല, ദുഃഖത്തിലു ഡക്ക ഒറിജിനൽ സാധനമല്ല. മനസ്സിലായില്ലേ? ചൈനയുടെ ഒരാഴ്ച എഴുതുമ്പോഴത്തിന് തീരുന്ന ഒരു പെണ്ണ് വാങ്ങി വാപ്പ നമുക്ക് കൊണ്ടുവന്നാണ്. വാപ്പ പറയാ ഇനി 10ാം ക്ലാസ് കഴിഞ്ഞാൽ തന്നെ മതിട്ടെന്ന് പറഞ്ഞാൽ എന്തോ അതിനുള്ളത്. ഒരാഴ്ച
എഴുതുമ്പോൾ എഴുതുമ്പോഴത്തിന് തീരുന്ന, അല്ലെങ്കിൽ 2 ദിവസം എഴുതുമ്പോഴത്തിന് അതിന്റെ മഷീന്റെ ടോപ്പിൽ കൂടെ പുറത്തു വന്ന് കുപ്പായ നാശാളുടെ പിന്നെ പാപ്പ നമുക്ക് ഗൾഫിൽ നിന്ന് തന്നെ വെറുതെ കിട്ടും. 50 ദിവസം കൊണ്ട് പെറ്റൊക്കെ കിട്ടും. 50 ഒരു റുപ്യക്ക് 2 പെട്ടി കിട്ടും. അങ്ങനത്തെ എന്തുണ്ട്, പെന്നുണ്ട്. ആ പെന്നിൽ ഒന്ന് വാങ്ങി തന്ന കൂട്ടത്തിൽ വാപ്പ നമ്മളോട് പറഞ്ഞു, നീ 10ാം ക്ലാസ് വരെ സൂക്ഷിച്ചാലോ. സൂക്ഷിച്ചെഴുതിയാ 10ാം ക്ലാസ് വരെ എത്തോണ്ട് എഴുതാറ്. അങ്ങനെ നടക്കുക. അപ്പോൾ ഭൂമിയിലാക്കിയ മനുഷ്യന്മാരോട് ഖാലിദീൻ അള്ളാഹ് പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ട്? ഭൂമിയെ പറ്റൂല. ആകാശത്തിന്റെ ചോട്ടിലുള്ള ആളുകളോട് ഖാലിദീൻ അള്ളാഹ് പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ട്? അവരെ ഖാലിദാകാൻ പറ്റൂല. അതിന് മെറ്റീരിയൽസ് ഒക്കെ ദുർബലമായ മെറ്റീരിയൽസ് ആണ്. മനസ്സിലായില്ലേ പറഞ്ഞത്? നേരെ മറിച്ച് പഴയ ഇരുമ്പോണ്ട് വാങ്ങി കൂട്ടിയ 1000-1500 റുപ്യയുടെ സൈക്കിൾ വാങ്ങിയിട്ട് എന്നെ 7ാം ക്ലാസ് കഴിഞ്ഞ് 8ാം ക്ലാസ്സിലേക്ക് ഹൈസ്കൂളിൽ ചേർത്തപ്പോൾ വാങ്ങി തന്നിട്ട്, ഇനി ഇത് എനിക്ക് +2 വരെ നടക്കൂല, ഇത് 3-4 മാസം കൊണ്ട് ആരെങ്കിലും തൊട്ട് പോറിടും. നേരെ മറിച്ച് 1ാം നമ്പർ ഒരു ബുള്ളറ്റ് വാങ്ങി തന്നിട്ട് ബാപ്പ പറഞ്ഞ്, ഇനി എനിക്ക് ജോലി കിട്ടിയാൽ ജോലിക്ക് പോകാൻ തന്നെ മതി എന്ന് പറഞ്ഞാൽ അത് ഓക്കെ. മനസ്സിലായോ? എന്നതുപോലെ ഖാലിദീന എന്ന് പറയുമ്പോ നമ്മൾ അവിടെ ഖാലിദായി പാർക്കുന്നു മാത്രം വിചാരിച്ചാ പോരാ. ആ മെറ്റീരിയൽസിന് അങ്ങനത്തെ കരുത്തുണ്ടെന്ന് കൂടി മനസ്സിലാക്കണം. പറയുന്നത് മനസ്സിലാവുണ്ടോ ഇല്ലേ? അത് വെറുതെ തലാട്ടെ. പറഞ്ഞത് മനസ്സിലായോ? ഖിയാമത്ത് നാൾ വരെ നിങ്ങൾക്ക് മരിക്കണ വരെ ഇത് മതി ഉസ്താദേ പറഞ്ഞാൽ ഇവൻ രണ്ടാലൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടാവും. എന്ത്? ഒന്നിരിക്കൽ നോണ്, അല്ലെങ്കിൽ ഞാൻ അടുത്ത് മരിക്കുന്നതാണ് അവന്റെ ധാരണ. നിങ്ങൾ മരിക്കണവരെ തോന്നി തന്നെ എങ്ങനെ നടക്കുക? മനസ്സിലായില്ല. ഒരു കന്നഡ ഒരാൾ എനിക്ക് കൊണ്ടുവന്നിട്ട് പറയാണ്, ഇത് മരിക്കണവരെ നിങ്ങൾക്ക് മതിയാ ഉസ്താദേ എന്ന് പറഞ്ഞാൽ അതിന്റെ മയന ഇവന്റെ ധാരണയിൽ ഞാൻ അടുത്ത് മരിക്കുന്നതാകണം, അല്ലെങ്കിൽ അവൻ പറഞ്ഞത് നോണയോ. അപ്പൊ അള്ളാഹു അങ്ങനെ കളവ് പറയില്ല. അള്ളാഹു കളവ് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ പിന്നെ ഖാലിദീനാണ് സ്വർഗത്തിൽ പറയണമെങ്കിൽ അതിന്റെ മയനെന്താ? അതിന്റെ മെറ്റീരിയൽസ് അത്രയും ഒറിജിനലാണ്. അതുകൊണ്ട് ആകാശത്തിന്റെ ചുവട്ടിൽ ഭൂമിക്ക് മുകളിൽ ഇരുന്നിട്ട് നമ്മുടെ ദുർബലമായ കണ്ണുകൊണ്ട് അതിനെ വീക്ഷിച്ചാൽ അത് തിരിയൂല. അത് മുസ്ലിയാരെ കുറ്റല്ല, അത് ഹദീസിന്റെ കുറ്റല്ല, അത് വേറെ മെറ്റീരിയൽസ് ആണ്. അത് ആകാശത്തിന്റെ ഉള്ളിലല്ല, അതിനപ്പുറത്തുള്ള ലോകത്താണ്. സർവേശ്വരന്റെ സംവിധാനമാണ്, അവന്റെ ചെറിയ സംവിധാനമാണ്, പൊളിക്കണ പന്തലാണ്. എന്ത്? ആകാശം ഉള്ളിലുള്ളതും. അതിലാണ് നമ്മളുള്ളത്. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. സ്വർഗത്തിന്റെ മറ്റൊരു ഭാഗം അടുത്ത ക്ലാസ്. ആദ്യമായി സ്വർഗത്തിൽ പ്രവേശിക്കുന്നവർ അവരുടെ ഔസാഫുകൾ, മുത്തുനബി സ്വർഗം തുറക്കുന്നത് ഒക്കെ നാളെ പറയും.